സാഹോദര്യത്തിന്റെ മഹാസന്ദേശം വിളിച്ചോതി മലയോരത്ത് വീണ്ടും മാപ്പിള തെയ്യത്തിന്റെ ചിലമ്പൊലി. കമ്പല്ലൂർ കോട്ടയിൽ തറവാട്ടിലെ കളിയാട്ടത്തോടനുബന്ധിച്ചാണ് മാപ്പിളയും കരിഞ്ചാമ്പുണ്ടിയും തെയ്യങ്ങൾ അരങ്ങിലെത്തിയത്. പട്ടുടുത്ത് താടിയും തലപ്പാവും ധരിച്ച് തറവാട്ടുമുറ്റങ്ങളിലും കാവുകളിലും മാപ്പിളത്തെയ്യം നിസ്കാര കർമ്മങ്ങളും വാങ്കുവിളിയും നടത്തി നിറഞ്ഞാടുമ്പോൾ വിശ്വാസത്തിന് കളങ്കമേൽക്കാത്ത നാട് ഒന്നടങ്കം വണങ്ങും. ചതിയിലകപ്പെട്ട് കൊല്ലപ്പെട്ട മുസ്ലിം യുവാവ് തെയ്യമായി മാറിയ കഥയാണ് മാപ്പിളത്തെയ്യത്തിന്റെ പുരാവൃത്തത്തിലുള്ളത്. ഓലത്തുമ്പിൽ തിരുമുടിയും ഉടയാടകളും കാൽച്ചിലമ്പുകളും നൃത്തഭംഗിയുമായി ഒന്നിനൊന്ന് വിസ്മയം പരത്തുന്ന തെയ്യങ്ങൾക്കിടയിലാണ് വേഷത്തിലും ചടങ്ങുകളിലും മിത്തുകളിലുമെല്ലാം വ്യത്യസ്തത പുലർത്തുന്ന മാപ്പിളത്തെയ്യങ്ങൾ വേറിട്ട കാഴ്ചയാകുന്നത്. മാവിലൻ സമുദായക്കാർ കെട്ടിയാടുന്ന ഈ തെയ്യങ്ങൾ ഇവയുടെ പേരുപോലെ തന്നെ വ്യത്യസ്തങ്ങളുമാണ്. കമ്പല്ലൂർ കോട്ടയിൽ തറവാടിന് പുറമെ പെരളംകാവ്, മാലോംകൂലം, കുമ്പള ആരിക്കാടി, മൗവേനി കോവിലകം, മടിക്കൈ കക്കാട്ട് കോവിലകം, തൃക്കരിപ്പൂർ, പേക്കടത്ത് എന്നിവിടങ്ങളിലാണ് വിവിധ പേരുകളിൽ മാപ്പിളത്തെയ്യങ്ങൾ കെട്ടിയാടുന്നത്. മാപ്പിളത്തെയ്യത്തിന്റെ അനുഗ്രഹാശിസ്സുകൾ തേടി കളിയാട്ടത്തറകളിലേക്ക് നാനാജാതി മതസ്ഥരായ നിരവധി ആളുകൾ എല്ലാ വർഷവും എത്താറുണ്ട്. മതസൗഹാർദ്ദത്തിന്റെ മണിക്കിലക്കങ്ങൾ ഉയർത്തുന്ന മാപ്പിളത്തെയ്യത്തിന്റെ വാൾപ്പയറ്റും ഏറെ കൗതുകകരമാണ്. തോറ്റമ്പാട്ടിന്റെ പിൻബലമില്ലാത്ത ഈ തെയ്യം തന്റെ കായികാഭ്യാസത്തിലൂടെയും നിസ്കാര കർമ്മങ്ങളിലൂടെയുമെല്ലാമാണ് അരങ്ങിൽ സജീവമാകുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.